So I was planning to not eat sugar this week, but look what I did early in the morning. ആദ്യം തന്നെ ബ്രെഡിൽ അങ്ങ് അറിയാതെ പെട്ടെന്ന് ജാം തെച്ചു പോയി. But it's okay. This will be our last sugary thing for the week. നോക്കാം. ഞാൻ മധുരം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ലഡ്ഡുവായിട്ട് എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ സ്വന്തം കൊലീഗ്സ്. പക്ഷെ ഞാൻ കഴിച്ചില്ല ഗൈസ്, ഞാൻ പിടിച്ചു തന്നു. ഉച്ചയ്ക്ക് അവരെൻ്റെ മുന്നിൽ സോഫ്റ്റ് ഡ്രിങ്ക്സുമായിട്ടും വന്നായിരുന്നു. പക്ഷേ ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. സോ ഡേ 1 ട്യൂസ്ഡേ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാൻ. ഞാൻ വീട്ടിലിരുന്ന് ജോലി എടുത്തു. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ ഐ വാസ് അറ്റ് ഹോം. ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. ഐ ഓൾസോ ഡിഡ്ന്റ് നീഡ് ഷുഗർ, സോ ദാറ്റ്സ് ഗുഡ്. സോ വെനസ്ഡേ ഞാൻ വീണ്ടും ഓഫീസിൽ പോയി. പക്ഷേ ഇന്ന് ഐ വാസ് നോട്ട് ഫീലിംഗ് ഗുഡ് അറ്റ് ഓൾ. ഓൾസോ ഇറ്റ് വാസ് സ്റ്റാർട്ടിങ് ടു ഗെറ്റ് ലൈക്ക് റിയലി കോൾഡ് ഫോർ മീ. ആൻഡ് ഇന്ന് ഇറങ്ങാൻ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് ക്യാബൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഐ ഹാഡ് ടു ടേക്ക് ബസ്. ഞാൻ ആക്ച്വലി കുറേ കാലം കഴിഞ്ഞാണ് ബസ്സിൽ കയറുന്നത്. ഐ കാൺട്ട് ഈവൻ റിമെമ്പർ ദ ലാസ്റ്റ് ടൈം I took bus. I did not enjoy that at all. Anyways, അടുത്തുള്ളൊരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഞാൻ. ആൻഡ് അഖിലിനെ ഇൻഫോം ചെയ്തിരുന്നു എന്നെ ഒന്ന് പിക്ക് ചെയ്യണമെന്ന്. സോ ഹി കേം ഇൻ ഹിസ് ബൈക്ക് ആൻഡ് പിക്ക് മീ അപ്പ്. ദിസ് വാസ് മീ ദ നെക്സ്റ്റ് മോർണിംഗ്. ഇന്ന് ലെഗ് ഡേ ആയിരുന്നതുകൊണ്ട് കാല് നന്നായി ഒന്ന് കിടുകിട വരയ്ക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ന് ഞാൻ വീണ്ടും ഓഫീസിൽ പോയി ഗൈസ്. ഇഷ്ടംപോലെ പണി ഉണ്ടായിരുന്നു ഇന്ന്. പക്ഷെ ഒരു വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴത്തേക്കും ഇത്തിരി ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ക്യാബ് കിട്ടിയില്ല. സോ ഐ ഹാഡ് ടു സ്പെൻഡ് an hour വിത്ത് ദിസ് ഗൈ സ്റ്റാരിങ് അറ്റ് മീ. എന്തായാലും ആ എക്സ്പീരിയൻസ് ഒരു ബസ്റ്റായിരുന്നെങ്കിലും ഞാൻ ഡേ 5 സ്വീറ്റ്സ് കഴിക്കാതെ പോയല്ലോ എന്ന ഒരു അഹങ്കാരത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ഐ ഹാഡ് ടു ഗോ ടു മൈ ഫ്രണ്ട്സ് പ്ലേസ്. സോ എൻ്റെ ഒരു ഫ്രണ്ട് അന്ന് രാത്രി മെക്സിക്കോയിലേക്ക് പോകുമായിരുന്നു ഫോർ വർക്ക്. സോ ഹി വുഡ് ബി ദർ ഫോർ ഫ്യൂ മന്ത്സ്. സോ ഒരു സെൻഡിങ് ഓഫ് പാർട്ടി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കട്ട് ചെയ്ത ഒരു ഓറിയോ കേക്കിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ കഴിച്ചു ഗൈസ്. അങ്ങനെ സൺഡേ വരെ പോകണമെന്ന് വിചാരിച്ച എൻ്റെ ഈ ചാലഞ്ച് അങ്ങനെ ഫ്രൈഡേ സമാപിച്ചിരിക്കുകയാണ്. കർട്ടൻ ഇട്ടു അതിൽ. മൈ സ്കിൻ ഈസ് നോട്ട് ഡൂയിങ് ഗുഡ് ഫോർ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ്. കണ്ടിന്യൂസ്ലി ഐ എം ഗെറ്റിംഗ് breakouts one after the other. And usually like I don't get a lot of breakouts on my chin, I just get it on my cheeks. But this time I don't know why I'm getting a lot of like a cluster of breakouts on my chin. Might be hormonal or something, I'm not sure. But anyways, I decided to take like proper care of skin for like a week and see. I'm pretty lazy with skincare and stuff, but anyways, I decided to keep my face clean and just like use very minimal skincare, like a toner and a cleanser, moisturizer, that's it. And while going out I anyways put sunscreen, mostly, always. So that's good. ഇനി അടുത്ത ദിവസം, അതായത് സാറ്റർഡേൻ്റെ പരിപാടി എന്തായിരുന്നു വെച്ചാൽ അഖിലിൻ്റെ സിസ്റ്റർ ആൻഡ് husband with their kid, newly born kid, is shifting back to Bangalore. So we had to go house hunting. So I live in the south of Bangalore and we had to go house hunting in another extreme end. Adum nattuchekku funny undallo. So best is for him to get it done that week. Weekend endengile amboche Monday
From Wednesday, I have been feeling like borderline unwell. Like I was not feeling good. ഒരു പനി വരാൻ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നട്ടുച്ചയ്ക്ക് കുറേ ട്രാവൽ ചെയ്തപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കരിഞ്ഞു. ആൻഡ് ഐ തിങ്ക് ഐ ഗോട്ട് ഡീഹൈഡ്രേറ്റഡ് ഓർ വാട്ട് എവർ. ഐ വാസ് റിയലി നോട്ട് ഫീലിംഗ് വെൽ. ചെറിയൊരു തൊണ്ടവേദന പോലെയൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ ആം ട്രൈങ് ടു മേക്ക് ടീ. നൗ ദ തിങ് ഇസ് ഐ ഡോണ്ട് നോ ടു മേക്ക് ടീ. ഞാൻ പൊതുവേ ചായ കുടിക്കാറില്ല. പൊതുവേ ഞാൻ ഒരിക്കലും കുടിക്കാറില്ല. വല്ലപ്പോഴൊക്കെ വേറെ നിവർത്തിയില്ലെങ്കിലേ കുടിക്കാറുള്ളൂ. സോ ഐ റിയലി ഡോണ്ട് നോ ടു മേക്ക് ടീ, ബട്ട് ഐ നോ ദറ്റ് ഐ വാണ്ട് ഇറ്റ് ലൈക്ക് സ്ട്രോങ്. ഐ ലൈക്ക് റിയലി ഡാർക്ക് ടീ. സോ ദിസ് ഇസ് മീ അറ്റംപ്റ്റിംഗ് ടു ഡു ദാറ്റ്. പിന്നെ എന്തായാലും എൻ്റെ നോ ഷുഗർ ചാലഞ്ച് കട്ടപ്പുറത്തായതുകൊണ്ട് ഒരു ജാം ടോസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഡിന്നറിന് ഞാൻ കുറച്ച് ചിക്കൻ എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നു, ചിക്കൻ ലെഗ്സ്. ആൻഡ് ഐ എം മേക്കിംഗ് തന്തൂരി പനീർ വിത്ത് സം ക്യാപ്സിക്കം, ഇച്ചിരി ചന്ന ബാക്കിയുണ്ട്. അതൊക്കെ വെച്ച് അങ്ങനെ ഒരു ഡിന്നർ ഞാൻ ഒപ്പിച്ചു. ബട്ട് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് അൺവെൽ അഗൈൻ ബൈ നൈറ്റ്, ആൻഡ് സോ ഐ ഡിസൈഡഡ് ടു ജസ്റ്റ് ബോയിൽ സം വാട്ടർ വിത്ത് സം സ്പൈസസ്, some whole spices, and then I watched a movie and sipped on this water for some time to sort of feel good. പക്ഷേ കാര്യമായി അത് ഹെൽപ്പ് ചെയ്തോയെന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്തില്ല. ഐ വാസ് സ്റ്റിൽ ഫീലിംഗ് പ്രിറ്റി സിക്ക്. പക്ഷേ എന്തായാലും മെഡിസിൻ കഴിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. സൺഡേ ഐ വെൻറ്റ് ഔട്ട് ഫോർ ലഞ്ച് വിത്ത് മൈ ഫ്രണ്ട്സ്. വീഡിയോ ഒന്നും എടുത്തില്ല. ചതി, ക്രൂരമായ ചതി. Feeling very overwhelmed. I've forgotten what life without anxiety was like, to be honest. I miss it. I wish I can go back to that, but probably can't. Do people who don't have anxiety even know what this life is like? Like I was completely fine until like 5 minutes ago, and suddenly, you know, your stomach starts burning, sort of. Feels like something is wrong, and it feels like you forgot to do something, or something bad is about to happen, and all those feelings just come up and just like overwhelm you, and you don't know what to do. That's what anxiety is. And for a person who develops anxiety in the beginning few stages, it's really difficult to learn how to maneuver it and to lead a normal life. Then you get used to it, like I'm used to it. ഒന്നും സംഭവിക്കാത്ത പോലെ ഇപ്പം നല്ല തണുത്ത വെള്ളത്തിൽ പോയി മുഖമൊക്കെ കഴുകി ഇച്ചിരി ഐസൊക്കെ എടുത്ത് വെച്ച് എല്ലാ ലൈഫ് സിനാരിയോസും ഒന്ന് റൺ ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കിടന്നുറങ്ങും.